ഉറപ്പായിട്ടും കുർസി ബച്ചാവോ ബജറ്റാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് നിർമ്മലാ സീതാരാമന്റെ ഇടക്കാല ബജറ്റിൽ കാണിച്ച ആത്മവിശ്വാസം ഒട്ടും കാണിക്കാത്ത, ഒട്ടും ജനപ്രിയമല്ലാത്ത ഒരു ബജറ്റിലേക്ക് നിർമ്മലാ സീതാരാമന് വരേണ്ടി വന്നു എന്നിടത്താണ്. അതായത് ഈ കസേര സംരക്ഷിച്ചു നിർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവർക്ക് പ്രിയപ്പെട്ട ബജറ്റാക്കി മാറ്റിയിരിക്കുന്നു. അതാണ് ആന്ധ്രയുടെ കാര്യത്തിലും ബീഹാറിന്റെ കാര്യത്തിലും പറയുന്നത്. അവരെ സംബന്ധിച്ച് പ്രത്യേക പദവി ആന്ധ്രയ്ക്ക് വേണമെന്ന് TDP ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ബീഹാറും ആ രൂപത്തിലാണ് JDU ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രത്യേക പദവി നൽകുക എന്നുള്ളത് BJPക്ക് സാധ്യമല്ല എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ അപ്പോൾ അതിനൊത്ത പ്രത്യേക പാക്കേജ് അതാണ് മുന്നോട്ട് വെച്ചത്. അത് നടപ്പാക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഇത് മോദി സർക്കാരിൻ്റെ ബജറ്റല്ല, NDA സർക്കാരിൻ്റെ ബജറ്റാണ്. ആ രൂപത്തിൽ തന്നെ കാണാം. ഈ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൽ നേരത്തെ NDA യോഗത്തിൽ മോദി സർക്കാരിൻ്റെ മുദ്രാവാക്യം ചിലർ വിളിച്ചു. അപ്പോൾ ഒരു മന്ത്രി തിരുത്തിയത്രേ, മോദി സർക്കാരല്ല NDA സർക്കാർ എന്ന് പറയുമെന്ന് തിരുത്തി. അപ്പോൾ അങ്ങനെ ആ ഒരു തിരുത്തലും ആ രൂപത്തിൽ കഴിഞ്ഞ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി NDA ആണ് ഭരിക്കുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് മോദി ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ഈ ബജറ്റ് തയ്യാറാക്കുന്നതിൽ സഖ്യകക്ഷികൾക്ക് വലിയ റോളുണ്ട്, അവരുടെ സമ്മർദ്ദമുണ്ട്. ഇപ്പോൾ TDPയുടെ കാര്യത്തിലാണെങ്കിലും അവർ 2 പ്രാവശ്യമാണ് മോദിയുമായിട്ട് ഈ കാര്യത്തിൽ ബജറ്റിന് മുമ്പ് ചർച്ച നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം നായിഡു ചർച്ച നടത്തിയിട്ടില്ല. അതോടൊപ്പം JDUവിൻ്റെ ദേശീയ നിർവാഹക സമിതി യോഗം ഡൽഹിയിൽ 2 തവണ നടന്നു. ഇതൊക്കെ ബജറ്റിന് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ സമ്മർദ്ദം കൃത്യമായി ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് തന്നെ അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അത് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ചില പ്രഖ്യാപനങ്ങളെങ്കിലും, അതായത് തെരഞ്ഞെടുപ്പിൽ പരാജയത്തിനിടയാക്കിയ കാര്യങ്ങളിൽ ഒരു തിരുത്തൽ ഈ ബജറ്റിൽ വരുത്തിയിട്ടുണ്ടെന്ന് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചല്ലോ. പക്ഷേ ഈ തൊഴിലിൻ്റെ കാര്യത്തിൽ, യുവാക്കളുടെ തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ 3 കോടി യുവാക്കൾക്ക് തൊഴിൽ. പക്ഷേ 2019 അധികാരത്തിൽ വരുമ്പോൾ ഓരോ വർഷവും 2 കോടി തൊഴിൽ എന്നുള്ളതായിരുന്നു വാഗ്ദാനം. അത് നടപ്പായിട്ടില്ല. അപ്പോൾ പ്രഖ്യാപനങ്ങൾ ഓരോന്നും നോക്കുമ്പോൾ നടപ്പാകാത്ത കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഞാനിതൊരു റിയലിസ്റ്റിക് ആണെന്ന് പറഞ്ഞു. കാരണം 5 വർഷം കൊണ്ട് 4 കോടി പേർക്ക് തൊഴിൽ, അതിനായിട്ട് 2 ലക്ഷം, അതായത് പിന്നാക്കം പോകുന്നുണ്ട് ആ കാര്യങ്ങളിൽ. അത് മോണിറ്റർ ചെയ്യപ്പെട്ടതാണ്, അത് പിന്നാക്കം പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പിന്നാക്കം പോകൽ എല്ലാ കാര്യത്തിലും, ഓരോ മേഖലയിലുള്ള നീക്കിയിരുപ്പിലും ആ പിന്നാക്കം പോക്ക് കാണാം. അത് നേരത്തെ പല കണക്കുകളും പറഞ്ഞല്ലോ. അപ്പോൾ വലിയ രൂപത്തിൽ തന്നെ ആ പിന്നാക്കം പോക്കുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം? അത് വ്യക്തമല്ല. ഒന്നും വ്യക്തതയില്ലാത്തൊരു ബജറ്റ് എന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും ഇതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഈ പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതികളിൽ ഗണ്യമായ വെട്ടിക്കുറവ്. ഈ പ്രധാനമന്ത്രി ഏതൊക്കെയാണ്? പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, അത് 2022-23 272.802 കോടി കണക്കാണ് എനിക്ക് പറയുന്നത്. ഭഗീരഥ ഇത്തവണ അത് 2 കോടി കുറഞ്ഞിട്ടുണ്ട്. അതായത് ഫുഡ് സപ്ലൈസിന്റെ കാര്യത്തിൽ കുറഞ്ഞിട്ടുണ്ട്. അല്ല, വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. എല്ലാ പദ്ധതികളും, ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിൽ, പോഷൻ അഭിയാൻ പദ്ധതിയിൽ, അതോടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ 806 കോടി രൂപയാണ് അന്ന് വകയിരുത്തി. 23 വകയിരുത്തിയെങ്കിൽ ഇത്തവണ 86,000 കോടി രൂപ മാത്രമാണ്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളോടുള്ള സർക്കാരിൻ്റെ ഒരു സമീപനം കൂടിയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ എന്താണ് പ്രഖ്യാപനങ്ങൾ? ആളുകളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാർഷിക മേഖലയിലുള്ള പ്രഖ്യാപനങ്ങൾ എങ്ങനെയാണ്? കാർഷിക മേഖലയിൽ അവർ പറയുന്നത്, ഈ കർഷകരുടെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുക എന്നുള്ളതാണ്. അത്തരം ഒരു പ്രഖ്യാപനത്തിലേക്ക് പോയിട്ടില്ല. അവർക്ക് ലോൺ കൂട്ടുന്നു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതിലപ്പുറം അവർ സമരത്തിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം. വിജയിപ്പിച്ച സംസ്ഥാനങ്ങൾക്ക് കാര്യമായ വിഹിതം മാറ്റിവെക്കുന്നു. ഒരു ഫെഡറൽ നീതി എന്നുള്ളത് ഒട്ടും നടപ്പാക്കാതെ, ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിലൊക്കെ കേരളം എന്ന വാക്കുപോലും ഉച്ചരിച്ചിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിമർശനം ഉയർന്നു കഴിഞ്ഞു. കേരളം 24,000 കോടി, അത് ഞങ്ങളുടെ പാക്കേജ് എന്നുള്ളത് ഞങ്ങൾക്ക് തരാനുള്ള പൈസ ആ പാക്കേജായിട്ട് തന്നാൽ മതി എന്ന് കേരളം മുന്നോട്ട് വെച്ചെങ്കിലും അതിൽ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പ്രളയ ദുരിതാശ്വാസമൊക്കെ വിവിധ സംസ്ഥാനങ്ങൾക്ക് പ്രഖ്യാപിച്ചല്ലോ. കേരളത്തിൻ്റെ പ്രളയത്തിൻ്റെ കാര്യത്തിലുമില്ല. അപ്പോൾ ചെമ്മീൻ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇളവുണ്ടല്ലോ, അതായത് ഈ കേരളത്തിലെ MP-മാർ ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ എന്ന് പോയി സംസാരിക്കുമ്പോൾ, ബജറ്റ് പ്രഖ്യാപനത്തിലല്ല, അതിനുശേഷം പോയി സംസാരിച്ചപ്പോഴാണ് പറയുന്നത് ഈ ചെമ്മീൻ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട, മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഇളവുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കേരളത്തിനുള്ള ഇളവ്, അതാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം അവഗണനയുണ്ടായിട്ടുണ്ട്. ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നാളെ പാർലമെന്റിന് അകത്തും പുറത്തും പ്രക്ഷോഭം നടത്തുമെന്നുള്ളതാണ് പറയുന്നത്. കോൺഗ്രസ് പറയുന്ന ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ ബജറ്റാണ്.
എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് കാണുന്ന രീതിയിലല്ല. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്ന പോലെ അവരെ പിന്തുണയ്ക്കുന്നവർക്ക് സഹായം കിട്ടും, ഞങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് സഹായം അതൊരു ഗതികേടല്ലേ? അതൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് മുന്നണി സംവിധാനം നിലനിർത്തുക എന്ന ഒരു ലക്ഷ്യം മാത്രം നിലനിർത്തിക്കൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ ഒരു ജനപ്രിയ ബജറ്റ് ആദ്യ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിലെ നല്ല അതെ 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 ഇത് ആ ബ്രീത്തിങ് സ്പേസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവരങ്ങ് പിടിമുറുക്കി. അതെ, പിടിമുറുക്കിയത് അവിടെ ഡൽഹിയിൽ കേന്ദ്രീകരിച്ച് തന്നെ പിടിമുറുക്കി. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അത് ഈ രാഷ്ട്രീയ മോദിയുടെ മുഖത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. Meet the editors.